നിങ്ങളുടെ ബിസിനസ്സിന് പ്രയോജനം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ആദ്യമേ ചോദിക്കട്ടെ, നിങ്ങളുടെ ബിസിനസ് ഡിജിറ്റൽ ആണോ? നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടോ എന്നല്ല ചോദിച്ചത്, നിങ്ങളുടെ ബിസിനസ് തന്നെ ഡിജിറ്റൽ ആണോ? എനിക്ക് 2019 ഉണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ ഇൻഷുറൻസ് ഫീൽഡിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാ ന്യൂ ഇയർ വരുമ്പോഴും എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും ന്യൂ ഇയർ ഡയറിയും കലണ്ടറും കൊടുക്കും. അതിൽ എനിക്കൊരു സ്റ്റാഫ് ഉണ്ട്. ഏതാണ്ട് ജനുവരി മാസം പൂർത്തിയാവും സപ്ലൈ കഴിയുമ്പോഴേക്കും. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഈ സ്റ്റാഫ് എന്നോട് ഒന്ന് പറഞ്ഞു, ഡയറിയും കലണ്ടറും ഒരാൾ സ്വീകരിച്ചില്ല. എറണാകുളത്തുള്ള വലിയൊരു ബിസിനസ്സുകാരനാണ് കേട്ടോ. അയാളുടെ ക്യാബിനിലേക്ക് എൻ്റെ സ്റ്റാഫ് കടന്നു ചെന്നു, ഡയറിയും കലണ്ടറും കൊടുത്തു. അയാൾ അത് തിരിച്ചു കൊടുത്തു. ഇതൊന്നും അയാൾ ഉപയോഗിക്കാറില്ല, ഇത്തരം പേപ്പേഴ്സിനൊന്നും അയാൾക്ക് താല്പര്യമില്ല, അയാളെല്ലാം ഡിജിറ്റലാണെന്ന് പറഞ്ഞു. എൻ്റെ സ്റ്റാഫിൻ്റെ ഈഗോയെ ഇച്ചിരി ഹർട്ട് ചെയ്തു. നമ്മളൊരു സമ്മാനം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാതെ തിരിച്ചു തരുമ്പോൾ ഇച്ചിരി ഈഗോ ഹർട്ട് ചെയ്യുമല്ലോ. എന്നോട് വന്ന് സ്റ്റാഫിന് പറഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് ഈഗോ ഹർട്ട് ചെയ്തില്ല, പക്ഷേ എനിക്കൊരു കിണ്ടിയും മനസ്സിലായില്ല. ഇതെന്താണ് ഈ പറയുന്ന ഡയറി ഇപ്പോൾ ഇരുന്നുകൊണ്ട് എന്താ കുഴപ്പം? ഞാൻ അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ പിന്നീട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ ബിസിനസ്സുകാരൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാനും സ്വയം ഡിജിറ്റലാകാൻ ശ്രമിച്ചു. എൻ്റെ ബിസിനസ്സിനെയും ഡിജിറ്റലാക്കി. എന്താണ് ഈ ഡിജിറ്റൽ എന്ന് നമുക്കൊന്ന് നോക്കാം. ഡിജിറ്റൽ എന്നാൽ ഡാറ്റ കൊണ്ട് അസസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഡിജിറ്റൽ എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ മുൻപ് കാലിക്കറ്റിലേക്ക് കാറിൽ പോകുമ്പോൾ ഒരു വിശാലമായൊരു വെളിമ്പ്രദേശത്ത് അവിടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ബോർഡ്, വലിയൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്, പരസ്യം. അത് അവിടുത്തെ ഒരു ഷോപ്പിൻ്റെയാണ്, കാലിക്കറ്റ് ടൗണിലെ. ആക്ച്വലി അതുപോലൊരു പരസ്യം ഇങ്ങനെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് ആ ബിസിനസ് ഓണർ ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ അതുവഴി പോകുന്നവരിൽ എത്ര പേര് അത് പരസ്യം നോക്കുന്നുണ്ട് എന്നറിയാനായിട്ട് ആ ബിസിനസ് ഓണർക്ക് വല്ല നിർവാഹവുമുണ്ടോ? ഇല്ല. ഇനി ആ ബോർഡ് കണ്ടിട്ട് ഷോപ്പിലേക്ക് എത്ര പേര് വന്നു എന്നറിയാൻ വല്ല നിർവാഹമുണ്ടോ? വന്നവർ പർച്ചേസ് ചെയ്തോ എന്നറിയാൻ വല്ല നിർവാഹമുണ്ടോ? ഇല്ല. ഇതൊക്കെ പഴയ കാലത്തെ ബിസിനസ് രീതികളാണ്. ഈ പഴയ കാല ബിസിനസ് രീതികളാണ് നമ്മളും പിന്തുടരുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് താഴേക്കായിരിക്കും. ഞാനിത് പറയുമ്പോൾ ചിലർക്ക് തോന്നാം, ഇതൊക്കെ പറയാൻ നീ ആരാ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് അപ്പാപ്പന്മാരായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ അപ്പൻ്റെയും അപ്പാപ്പൻ്റെയും കസ്റ്റമർ അല്ല നമ്മുടെ കസ്റ്റമേഴ്സ്. നമ്മുടെ കസ്റ്റമേഴ്സ് ന്യൂ ജനറേഷൻ കസ്റ്റമേഴ്സാണ്. അവരെ നേടണമെങ്കിൽ നമ്മളും ന്യൂ ജനറേഷൻ ടെക്നിക്സുകൾ കൊണ്ടുവന്നേ പറ്റും. ഇപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് തന്നെ ഒന്ന് വരാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ പരസ്യത്തിന് എന്ത് റീച്ച് കിട്ടി, എത്ര പേര് നമ്മുടെ പരസ്യം കണ്ടിട്ടുണ്ടെന്നറിയാം, എത്ര പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുമെന്നറിയാം, അതിൽ എത്ര പേര് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെന്നറിയാം. ഇതൊരു ഡാറ്റയാണ്. ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഫർദർ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. നമ്മൾ 3-4 പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് പരസ്യമാണ് കൂടുതൽ റീച്ച് കിട്ടിയത്, ഏത് പരസ്യത്തിൽ നിന്നാണ് കൂടുതൽ സെയിൽ ഉണ്ടായത് എന്നറിയാം. ഇത് ഊഹാപോഹമല്ല, വിത്ത് കോൺക്രീറ്റ് എവിഡൻസ് ഉണ്ട്. ഇതാണ് ഡാറ്റ ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഓഫീസിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇതേ മെത്തഡോളജി ഉപയോഗിക്കാം. നമ്മുടെ സ്റ്റാഫുകളിൽ ഏത് സ്റ്റാഫാണ് നമുക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത്, ഏത് സ്റ്റാഫാണ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മളോടുള്ള പെരുമാറ്റം കൊണ്ടാണോ, അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ മുഖശ്രീ നോക്കിയിട്ടാണോ? അതൊക്കെ പഴയ ജനറേഷൻ്റെ മെത്തേഡ്സ് അല്ലേ. ഇതും ഡാറ്റ നോക്കി തന്നെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് CRM വേണം. കസ്റ്റമേഴ്സിനെ, നമ്മുടെ സ്വന്തം കസ്റ്റമേഴ്സിനെ അസസ് ചെയ്യാനും ഒക്കെ CRM വേണം. CRM ഉണ്ടെങ്കിൽ നമുക്കറിയാം ഏത് സ്റ്റാഫ് ഏത് സമയത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആരാണ് കൂടുതൽ സെയിൽസ് ചെയ്യുന്ന സ്റ്റാഫ്, ആരാണ് ചുമ്മാ ഡാറ്റ വേസ്റ്റ് ആക്കുന്നത്. ഇപ്പോൾ കുറേ സെയിൽസ് ഉണ്ടാക്കി ഡാറ്റ ഒരുപാട് കളയുന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റാഫ് വളരെ കുറച്ച് ഡാറ്റയെ വിളിച്ചിട്ടുള്ളൂ, പക്ഷെ നല്ല സെയിൽസ് ഉണ്ട് എങ്കിൽ ആ സ്റ്റാഫിനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്. അയാൾക്കാണ് സാലറി കൂടുതൽ കൊടുക്കേണ്ടത്. ഏത് സ്റ്റാഫിനാണ് ഒഴിവാക്കേണ്ടത്, ഏത് സ്റ്റാഫിനാണ് പ്രൊമോഷൻ കൊടുക്കേണ്ടത്, ഇതെല്ലാം ഡാറ്റ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് വലിയ ഉയർച്ചയായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ബിസിനസ്സിന് നല്ലൊരു അപ്ഡേറ്റഡ് വെബ്സൈറ്റ് ഉണ്ടോ? നമുക്കൊരു ബിസിനസ് ഇമെയിൽ ID ഉണ്ടോ? നമ്മൾ ബിസിനസ്സിൻ്റെ മാറ്ററെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് Gmail വഴിയാണെങ്കിൽ അത് വലിയൊരു വിലക്കുറവാണ്. അത് ചെയ്യരുത്. നമ്മുടെ ബിസിനസ് ഇമെയിൽ ക്രിയേറ്റ് ചെയ്യണം.
അതുപോലെ ക്ലൗഡ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാറുണ്ടോ? അക്കൗണ്ടിങ് എല്ലാം ക്ലൗഡ് സോഫ്റ്റ്വെയർസ് ആയിട്ട് അറ്റാച്ച് ചെയ്യാറുണ്ടോ? ഇതൊക്കെ നമ്മൾ ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ നമുക്ക് റെഗുലർ ആയിട്ടുള്ള പ്രസൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഇത് ചെയ്യണം. കാരണം സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഇല്ലാത്ത ഒരു ബിസിനസ്സുകാരന് ഇന്നത്തെ കാലത്ത് മുന്നേറാൻ പറ്റില്ല. നിങ്ങൾക്ക് ഗൂഗിൾ അഡ്രസ്സ് ഉണ്ടോ? ഗൂഗിളുമായി ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇതൊക്കെ വേണ്ട എന്ന് വിചാരിച്ചാൽ നമ്മളും നമ്മുടെ ബിസിനസ്സും ഡിജിറ്റൽ അല്ല. സോ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കറക്ഷൻ വരുത്തേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ നമ്മുടെ ബിസിനസ് നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിക്കും. ഇനിയത്തെ കാലത്ത് ഇതൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് വിചാരിക്കേണ്ട കാര്യങ്ങളല്ല, ഏറ്റവും ആവശ്യം ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളും ഡിജിറ്റലാകണം, നമ്മുടെ ബിസിനസ്സും ഡിജിറ്റലാകണം.